നമസ്കാരം. എന്തരാണല്ലേ? ഗേഗ നമുക്ക് ഈ ആഴ്ച തന്നിരിക്കുന്നത് ഒരു ഇൻസൈൻ ചാപ്റ്ററാണ്. ശരിക്കും പറഞ്ഞ് ഇതൊരു ബിറ്റർ സ്വീറ്റ് ചാപ്റ്ററാണ്. കഴിഞ്ഞ ചാപ്റ്റർ 260 യൂജി ഡോഡോയും സുക്കണനെ എന്താണ് ശരിക്കുള്ള ജംജുത്സു കൈസൻ എന്ന് കാണിച്ചു കൊടുത്താണ്. യൂജി സുക്കണക്കിട്ടൊരു ബ്ലാക്ക് ഫ്ലാഷ് അടിച്ചിട്ട് അവനെ നഖം കൊണ്ട് സുക്കണയുടെ നെഞ്ചത്ത് പിടിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് ചോസോനെ കൊന്നതിൻ്റെ പ്രതികാരമായിട്ട് സുക്കണയുടെ ഹാർട്ട് നശിപ്പിക്കാൻ നോക്കുവാണ്. അപ്പോഴാണ് സുക്കണ അവൻ്റെ ഡൊമൈൻ തുറക്കാൻ വേണ്ടി ഹാൻസൈൻ ഉപയോഗിക്കുന്നത്. പക്ഷേ അവൻ ആ ഡൊമൈൻ തുറക്കുന്നതിന് മുമ്പ് അവിടെ പുകയെക്കൂടെ ഒരു രൂപം വരുന്നത് കാണും. ഇത് കാണുമ്പോൾ തന്നെ ചിന്തിക്കും ഇത് ഇമ്പോസിബിൾ ആണ്. അപ്പോഴാണ് ഈ പുകയ്ക്കകത്തുനിന്ന് ഗോജോ ഇറങ്ങി വരുന്നത്. Oh my God! Okay, it's happening. Everybody stay calm. What's the procedure, everyone? What's the procedure? Stay calm. Wait. Everybody just calm down. പക്ഷേ അത് ഗോജോ അല്ല. No, God! No, God, please, no! 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 ഗെറ്റോയുടെ നെറ്റിയെ കണ്ട പോലെ തന്നെ ഗോജോയുടെ നെറ്റിയിലും തുന്നി വെച്ചിരിക്കുന്ന പാട്. ഇത് കാണുമ്പോൾ തന്നെ സുക്കണ ഒന്ന് സർപ്രൈസ് ആവും. അവൻ യൂജിനെ അടിച്ച് മാറ്റി വിട്ടിട്ട് പറയും, ഇതായിരുന്നല്ലേ നിന്റെ പ്ലാൻ? നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവൻ ചിരിച്ചുകൊണ്ട് പറയും, നീ ഈ അറ്റം വരെ പോകാനും കേപ്പബിൾ ആണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഒക്കത്സു യൂട്ട. അതെ, നിങ്ങൾ കേട്ട ശരിയാണ്. ഇപ്പോൾ ഗോജോയുടെ ബോഡിക്കകത്തുള്ളത് യൂട്ടയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ ഫൈറ്റിന് മുമ്പ് ഉണ്ടായിരുന്ന 1 മാസത്തെ ടൈം സ്കിപ്പിലേക്ക് പോവും. മാക്കി പറയും ഈ പ്ലാൻ ഒരു ഓപ്ഷനേ അല്ല. അക്കാരി പറയും ഞാൻ ഈ പ്ലാന് സമ്മതിക്കുന്നുണ്ട്, പക്ഷേ ഒരേ ഒരു കാര്യം, എല്ലാവരും തീർന്നു കഴിഞ്ഞിട്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ല മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. അവിടെ വെച്ചാണ് അവരുടെ പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഗോജോ മരിച്ചു കഴിഞ്ഞാൽ റീക്ക കെഞ്ചാക്കോൻ്റെ ബോഡി തിന്നും. കെഞ്ചാക്കോൻ്റെ ബോഡി മാറുന്ന ടെക്നിക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ യൂട്ടയ്ക്ക് ഗോജോൻ്റെ ബോഡിക്കകത്ത് കയറാം. അങ്ങനെ ഫൈറ്റിന് ഇറങ്ങാം. അങ്ങനെ അവർക്ക് ജയിക്കാനുള്ള സാധ്യത കൂട്ടാം. ഈ പ്ലാൻ കേൾക്കുമ്പോൾ തന്നെ കുസക്കാവെ ചോദിക്കും, യൂട്ടയ്ക്ക് ഗോജോയുടെ ശരീരം ഉപയോഗിക്കുന്നതിന് പകരം അവന് ലിമിറ്റ്ലെസ് കോപ്പി ചെയ്താൽ പോരെന്ന്. ഇത് കേട്ടിട്ട് ഷോക്കോ പറയും അവന് 6 സൈസ് ഇല്ലാതെ ഗോജോയുടെ ലിമിറ്റ്ലെസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുസക്കാവെ ചോദിക്കും എന്നാൽ 6 സൈസ് കോപ്പി ചെയ്താൽ പോരെന്ന്. അവൾ അപ്പോൾ തന്നെ പറയും 6 സൈസ് എന്ന് പറയുന്നത് ഒരു കേസ് ടെക്നിക്കല്ല, അതൊരു ഫിസിക്കൽ ആട്രിബ്യൂട്ടാണ്. അത് കാരണം യൂട്ടയ്ക്ക് അത് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. യൂട്ടയ്ക്ക് അവൻ്റെ കോപ്പി ടെക്നിക്ക് റീക്കാനെ ഫുള്ളി മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് 5 മിനിറ്റ്. ആ 5 മിനിറ്റ് കഴിഞ്ഞാൽ യൂട്ടയ്ക്ക് എന്ത് പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ യൂട്ട പറയും എന്ത് നടക്കുമെന്ന് അവൻ അറിയത്തില്ല. അപ്പോൾ തന്നെ ജുത്സു കൈസൻ്റെ തന്നെ പ്രൊഡക്ടറായ മേമേ വരും. അവൾ പറയും കെഞ്ചാക്കോൻ്റെ എബിലിറ്റി വർക്ക് ചെയ്യുന്നതിന് 3 പോസിബിലിറ്റി ഉണ്ട്. ഒന്നാമത്തേത് അവൻ്റെ എബിലിറ്റി വർക്ക് ചെയ്യണമെങ്കിൽ തുടർച്ചയായിട്ട് എബിലിറ്റി ആക്ടിവേറ്റ് ചെയ്ത് നിർത്തണം. ഇങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ബോഡിക്കും സോളിനും ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ അവൻ മരിക്കും. രണ്ടാമത്തെ പോസിബിലിറ്റിയിൽ ഈ എബിലിറ്റി വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി ഇത് ഇടയ്ക്കിടയ്ക്ക് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഉടനെ മരിക്കത്തില്ല, ഇത് സമയത്തിനോടൊരു പൊരുതൽ മാത്രമാണ്. മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ടെക്നിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു തവണ ഇത് ആക്ടിവേറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ യൂട്ടയുടെ 5 മിനിറ്റ് എന്നുള്ള ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ പോലും അവൻ ലിമിറ്റ്ലെസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഇങ്ങനെയാണ് എബിലിറ്റി വർക്ക് ചെയ്യുന്നതെങ്കിൽ യൂട്ട അവൻ്റെ ഒറിജിനൽ ബോഡിയിൽ നിന്ന് വിട്ട് ഗോജോയുടെ ബോഡിയിലേക്ക് എന്നേക്കുമായി ട്രാപ്പായി കിടക്കാനും ചാൻസ് ഉണ്ട്. യൂട്ട പറയും ഇതൊരു ഫൈനൽ ഓപ്ഷൻ മാത്രമാണ്. ഇപ്പോൾ റീക്ക ഫുള്ളി മാനിഫെസ്റ്റഡ് അല്ലേ പോലും അവൻ അവൻ്റെ കോപ്പി എബിലിറ്റി അവൻ്റെ ഡൊമൈനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ആദ്യം തന്നെ സുക്കണനെ അവൻ്റെ ഡൊമൈൻ വെച്ച് തന്നെ തീർക്കാനാണ്. അതിൽ പരാജയപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ അവൻ ഗോജോയുടെ ബോഡി എടുക്കുന്നുള്ളൂ. അത് നമുക്കെങ്ങനെ പോയെന്നറിയാം. ഇത് കേട്ട് മാക്കി പറയും അവൾക്ക് ഈ പ്ലാനോട് താല്പര്യമില്ല. യൂട്ട അപ്പം പറയും നമ്മൾ ഇതിനെപ്പറ്റി എന്തോരം നോക്കിയിട്ട് ഒരു കാര്യവുമില്ല, ഇങ്ങനൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കൂസക്കാവ പറയും ഇതൊരു പ്ലാൻ എന്ന രീതി നോക്കുവാണെങ്കിൽ ശരിയാണ്, പക്ഷേ ഞങ്ങൾ വിഷമിക്കുന്നത് നിനക്കെന്ത് പറ്റുമെന്നുള്ള ചിന്ത മാത്രമാണ്. യൂട്ട ഇത് കേൾക്കുമ്പോൾ തന്നെ പറയും നമ്മളിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സോസറയാണ്. നമ്മൾ നമ്മുടെ ഹ്യൂമാനിറ്റി ഉപേക്ഷിക്കുന്നതുകൊണ്ട് ഈ ഫൈറ്റ് ജയിക്കാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമാനിറ്റി ഉപേക്ഷിക്കേണ്ടതാണ്. എന്താണ് ഒരു മോൺസ്റ്ററാണെന്ന് ഇത്രയും പേടിയാണോ? അപ്പോൾ മാക്കി പറയും ഇവിടെയുള്ള എല്ലാവർക്കും നിന്നെ കാര്യമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ യൂട്ടയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ചോദിക്കും അപ്പോൾ ഗോജോ സെൻസയുടെ കാര്യം എന്താണ്? അവൻ ആർക്കും ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇങ്ങനെ എന്ത് വന്നാലും നമ്മുടെ എല്ലാം ഭാരം ഗോജോ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. ഇപ്പോൾ ഗോജോ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഗോജോയ്ക്ക് ഭാരം കയറണം. ഇപ്പം നിങ്ങൾക്കാർക്കും പറ്റത്തില്ലെങ്കിൽ ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. ഇതിനുശേഷം യൂട്ടയും ഗോജോയും കൂടെ സംസാരിക്കുമ്പോൾ യൂട്ട ചോദിക്കും ഇപ്പോൾ ഗോജോ മരിച്ചതിന് ശേഷം അവൻ്റെ ബോഡി എടുക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന്. ഗോജോ ചോദിക്കും നീ എന്താ ദേഷ്യപ്പെട്ടിരിക്കുന്നത്?
ഞാൻ തോക്കാൻ വേണ്ടി നോക്കുന്നില്ല, അതുകൊണ്ട് എന്ത് പറ്റിയാലും ഞാൻ കാര്യമാക്കി എടുക്കുന്നില്ല. യൂട്ട ഫുജിവാറയുടെ ഡിസെൻഡൻ്റ് ആണെന്ന് യൂറോ പറഞ്ഞതാണ്. അവൻ അതിനെപ്പറ്റി ഗോജോയോട് ചോദിക്കും. ഗോജോയും യൂട്ടയും അകന്ന ബന്ധുക്കളാണ്. നമ്മൾ ജുജുത്സു കൈസൻ സീറോയിൽ കണ്ടതാണ്. ഗോജോ തന്നെയാണ് യൂട്ടയോട് പറഞ്ഞത് അവർ രണ്ടുപേരും സുഗവാറ മിച്ചസാനിയുടെ ഡിസെൻഡൻസ് ആണ്. അതുപോലെ തന്നെ ഫുജിവാറയും സുഗുവാറയും നല്ല ടേംസിലല്ലായിരുന്നു. എന്നിട്ട് ഗോജോ പറയും ചിലപ്പോൾ യൂട്ട ഈ രണ്ട് ഫാമിലിയുടെയും ഡിസെൻഡൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ യൂട്ടയുടെ ജനനം ഗോജോയെക്കാളും ബ്ലെസ്ഡ് ആയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാതിരിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. എന്നിട്ട് പറയും ആദ്യം തന്നെ നിൻ്റെ ഈ പോരാത്ത കേസ്റ്റ് എനർജി കൺട്രോള് ശരിയാക്കാം. എന്നിട്ട് ഇവർ നടന്നു പോകുമ്പം പാൻഡ ഇനുമാക്കി മാക്കിയുടെ അടുത്തെത്തും. ഗോജോ അവരോട് വീട്ടിൽ പോകാൻ പറയും. ഇവർ 3 പേര് ഇത് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. ഗോജോയ്ക്ക് ഇത് കേട്ടപ്പോൾ വലിയ താല്പര്യം വന്നില്ല. അവൻ പറയും നിങ്ങളെല്ലാം സോസറേഴ്സ് തന്നെയാണ്, അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞു വിടാനുള്ള അധികാരം എനിക്കില്ല. ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കാണല്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് ശരിയാണെന്ന് പോലും അറിയത്തില്ല. ഇപ്പം ഞാൻ സുക്കണയ്ക്കെതിരെ തോറ്റാൽ പോലും ഇവിടെ ഇപ്പോൾ ഉള്ള ജുജുത്സു സൊസൈറ്റി ലീഡേഴ്സിനെ തീർത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾ മൊത്തം ഗാക്കുകാഞ്ചിടയിലെത്തും. അങ്ങനെയാണെങ്കിൽ ഷിബുയ ഇൻസിഡൻറ്റിന് ശേഷം നടന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഗോജോ അവരോട് പോകാൻ പറയും. പക്ഷേ അവർ വീണ്ടും സമ്മതിക്കത്തില്ല. അപ്പോൾ യൂട്ട പറയും മോൺസ്റ്റർ ആകാനുള്ള ബേർഡൻ ഇനിയും ഒറ്റയ്ക്ക് ഒന്നടക്കല്ലെന്ന് പറയും. ഗോജോ ആ ഡോറ് ഒരു നിമിഷത്തേക്ക് തുറന്നു പിടിക്കും. പക്ഷേ അവൻ അവസാനം തീരുമാനിക്കും ഇതിനെപ്പറ്റി ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം അവൻ ഗെട്ടോനെ പറ്റി ചിന്തിക്കും. എങ്ങനെയാണ് അവൻ ഒറ്റയ്ക്ക് ഗെട്ടോനെ ഒരു മോൺസ്റ്റർ ആകാൻ വിട്ടത്? അതുകൊണ്ട് ഇപ്പോൾ ഇവൻ അവൻ്റെ അടുത്ത് എത്താൻ പോവാണ്. അടുത്ത പാനലിൽ നമ്മൾ കാണുന്നത് കള്ളിങ്ങേവിനിടയ്ക്ക് ആയിക്കണായ സോസറർ റിൻ അമായി അവൻ്റെ കൈ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിരിക്കുവാണ്. എന്നിട്ട് അവൻ പറയും എനിക്ക് എൻ്റെ ടെക്നിക്കിനെ പറ്റി മൊത്തത്തിൽ അറിയത്തില്ല. എന്നിട്ട് അവൻ കൈ പൊക്കുമ്പോഴത്തേക്കും അവിടെ ഒരു പുട്ടിങ് ഉണ്ടാവും. ഇത് കാണുമ്പോൾ യൂജി ഒന്ന് അത്ഭുതപ്പെടും. അവൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് അവൻ്റെ ബ്ലഡിനകത്തുള്ള ഷുഗറിനെ അവൻ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് അവൻ എന്തിലേക്ക് വേണമെങ്കിലും മാറ്റാൻ പറ്റും. പക്ഷേ അവൻ ഇത്രയും തന്നെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അവൻ മടുക്കും. കാരണം ഈ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും അവൻ്റെ ബ്ലഡ് ഷുഗർ ഭയങ്കരമായിട്ട് കുറയും. ഷോക്കോ അവനോട് ചോദിക്കും അവന് ബാക്കിയുള്ളവരിലേക്ക് ഈ ഷുഗർ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുമെന്ന്. അവനത് പറ്റുമെന്നും പറയും. അവൾ ഇവനോട് പറയും കേസ് ടെക്നിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തലച്ചോറ് ഉപയോഗിക്കുന്ന ഗ്ലൂക്കോസിനെ എല്ലാം റീസ്റ്റോർ ചെയ്യണമെന്ന്. അങ്ങനെ അവരവനെ അവരുടെ മെഡിക്കൽ ടീമിൽ കയറ്റി. ഇത് കേട്ടപ്പോൾ അവന് സന്തോഷം വന്നു. എന്നിട്ട് അവൾ അവനോട് ഓർമ്മിപ്പിക്കും ഇത് ഓവർ യൂസ് ചെയ്ത് ബോധം കെട്ടു പോകലെന്ന്. എന്നിട്ട് അടുത്ത പാനൽ അവൻ യൂട്ടയുടെ കണ്ടീഷൻ കാണുമ്പോഴത്തേക്കും അവൻ്റെ മൂഡ് മൊത്തം പോവും. യൂട്ടയുടെ കണ്ടീഷൻ ഭയങ്കര കഷ്ടമാണ്. അവന് സുക്കണയുടെ വേൾഡ് കട്ടിങ് ഡിസ്മാൻഡിൽ കിട്ടിയപ്പം ആ സമയത്ത് ആർട്ട് കാരണം നമുക്ക് തോന്നിയില്ലായിരുന്നു ഇവൻ്റെ കണ്ടീഷൻ ഇത്രയും കഷ്ടമായിരിക്കുമെന്ന്. റൈഡ് ടെക്നിക്ക് മുറിവുകളെല്ലാം അത് കൂടുതൽ കുഴപ്പമാകുന്നതിന് മുമ്പ് നിർത്തുന്നതാണ്. പക്ഷേ അവന് ഹീൽ ചെയ്യാൻ പറ്റത്തില്ല. യൂട്ടയും ഗോജോ രണ്ടായിട്ട് മുറിഞ്ഞു പോയതാണ്. ഇതെല്ലാം യൂട്ടയുടെ റിവേഴ്സ് കേസ് ടെക്നിക്ക് പോലും ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ അവനിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യൂട്ട പറയും റീക്കാച്ചാൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് അവൻ ഇപ്പോഴും അവൻ്റെ കോൺഷ്യസ്നെസ് പിടിച്ചു നിർത്തുന്നത്. ഇപ്പോൾ അവൻ അവൻ്റെ ലിമിറ്റ് എത്തി. എന്നിട്ട് അവൻ ഷോക്കോയോട് പറയും ഞാൻ ആ പ്ലാൻ തന്നെ തുടരാനാണ്, ഇനി അവർക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല. ഷോക്കോ പറയും ഗോജോയുടെ ശരീരം എല്ലാം തുന്നി വെച്ചിട്ടുണ്ട്. അവൻ ഗോജോയുടെ ബോഡിയിലേക്ക് സ്വാപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവൻ്റെ ഫുൾ പവറിൽ റിവേഴ്സ് കേസ് ടെക്നിക്ക് ഉപയോഗിക്കണം അവനെ മൊത്തത്തിൽ ഹീൽ ചെയ്യാൻ വേണ്ടി. അതിലവനെ റേയും സഹായിക്കും. യൂട്ട അവൻ്റെ കയ്യിലേക്ക് നോക്കും. എന്നിട്ട് അവൻ ക്ഷമ ചോദിക്കും. അവൻ്റെ പ്രോമിസ് റിങ് വലത്തെ കൈയിലേക്ക് മാറ്റേണ്ട വന്നുകൊണ്ട്. ഇതിനുശേഷം നമ്മൾ പ്രസൻറ്റിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് യൂട്ട ഗോജോയും സുഗണയും അവർ രണ്ടുപേരും ഡൊമൈൻ എക്സ്പാൻഷൻ ഒരേ സമയത്ത് ഒരേ സൈനും കൊണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴാണ് നറേറ്റർ പറയുന്നത് സുഗണ ഡൊമൈനെതിരെയുള്ള സൊല്യൂഷൻ ഗോജോയുടെ കൈ കൊണ്ട് ഒരു തവണയും കൂടെ വരുന്നത്. എന്നിട്ട് അവസാനത്തെ ഈ ഫുൾ പാനലിൽ മെലവലൻ ഷൈനും ഇൻഫിനിറ്റ് വോയിഡും ഒരു തവണയോടെ ക്ലാഷ് ആവും. ഇവിടെയാണ് ചാപ്റ്റർ തീരുന്നത്. ഇതൊരു ഇൻസൈൻ ചാപ്റ്റർ ആയിരുന്നു. ഗേഗി ഓരോ തവണ നമ്മുടെ പ്രതീക്ഷ തിരിച്ചുകൊണ്ട് ട്വിസ്റ്റുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായവും തിയറിയൊക്കെ ഉണ്ടെങ്കിൽ പറയുക. അത്രയും പറഞ്ഞുകൊണ്ട് പീസ് ഔട്ട്.